ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് സ്ലീവ പെരുന്നാളിന് ശേഷം മൂന്നാം ഞായറാഴ്ച, വൈദിക സെമിനാരി ദിനം. ഇന്ന് വിശുദ്ധ എവൻഗേലിയോൻ മേശയിൽ വിശുദ്ധ കുർബാനയിൽ നാം കേൾക്കുവാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗം ആണ്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് വിശ്വസ്തനല്ലാത്ത ഒരു കാര്യവിചാരകന്റെ ഉപമ പറയുന്നതായാണ്. അവൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതായി നാം കാണുന്നു. കടം വാങ്ങിയവരുടെ കണക്കുകൾ തിരുത്തി കൊടുക്കുന്നതായി ഈ വേദഭാഗം പറയുന്നു. കാരണം ആ കാര്യവിചാരകന് അവൻ്റെ കുറവുകൾ അറിയാമായിരുന്നു. അവന് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രീതി ലഭിക്കുവാൻ വേണ്ടി അവൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് വഴുതി വീഴുന്നതായി നാം ഇവിടെ കാണുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ പ്രീതി ലഭിക്കുന്നതിനായി തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രീതി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ രക്ഷിതാവിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് പ്രീതി ലഭിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവിൽ നിന്നുമാണ്. അത് മറന്ന് നാം തെറ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്. ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവന് സ്വർഗരാജ്യം അവകാശമാകുകയില്ല എന്ന് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് ദൈവത്തെയും പണത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. 2 യജമാനന്മാരെ ഒരു സേവകന് ഒരുപോലെ സേവിക്കാനാകുകയില്ല. ഒരാളെ തള്ളിപ്പറയും. നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മുടെ രക്ഷിതാവിനെ ആണോ തള്ളിപ്പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സദൃശവാക്യം 14:14 പറയുന്നത്, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും എന്നാണ്. തൃപ്തി വരേണ്ടതിന് നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതമനുസരിച്ച് ആകത്തക്കവണ്ണം നമ്മൾ ക്രമീകരിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്കേവർക്കും അറിയാമെങ്കിലും നമ്മൾ അത് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ ഈ ലോക ഇമ്പങ്ങളിൽ നമ്മൾ വീണു പോകുന്നത് കൊണ്ടാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. വിശ്വസ്തരായിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 19 പറയുന്നത്, നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. ആയതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നാം എവിടെയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ വെച്ച് അളക്കുമ്പോൾ നമുക്ക് അത് ക്ലിയറാകും. വിശ്വാസത്തിൻ്റെ അളവുകോൽ നമ്മുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും ദൈവത്തെ ശരണപ്പെട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും വചനം വായിച്ച് ഗ്രഹിക്കുന്നവരും ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നവരും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരും വിശുദ്ധ കുർബാനയിൽ ഭാഗഭാക്ക് അതായത് അതിൽ സംബന്ധിക്കുന്നവരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരും പ്രവൃത്തികൾ ചെയ്യുന്നവരുമൊക്കെ ആയിരിക്കണമെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അവസരം ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ തെറ്റുകൾ എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് തിരുത്തുവാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തിരുത്തി അനുതപിച്ച് അവൻ്റെ മുമ്പിലേക്ക് നാം ചെല്ലുകയും നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കും. ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. നമ്മുടെ ജീവിതത്തിന് ബാക്കി ജീവിതം സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനാകുന്നവന് അധികത്തിലും വിശ്വാസം നമുക്ക് അവനിൽ വിശ്വാസം ഉറപ്പിക്കുവാൻ സാധിക്കും. അതായത് അല്പകാര്യത്തിൽ
വിശ്വസിക്കാവുന്നവന് അധികത്തിലും വിശ്വസിക്കാനാകും എന്ന് മറക്കാതിരിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വിശ്വസ്തനായിരിക്കണം. ഹബ്ക്കൂക്ക് പ്രവാചകൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 2:4 അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അതായത് നീതിമാനായിട്ടുള്ള ഒരാൾ വിശ്വാസത്തിൽ ജീവിക്കുമെന്നാൽ മൂഢനായ അല്ലെങ്കിൽ ദുഷ്ടനായ ഒരു വ്യക്തി അവനിൽ അഹങ്കരിക്കുമെന്നാണ് ഇവിടെ ഹബ്ക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം. ദൈവഹിതം അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം അവങ്കിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കുന്നവർ മാത്രമേ പ്രകാശിതരാകത്തുള്ളൂ. യഹോവയെ തിരിച്ചറിയണം. അവൻ്റെ ശക്തി എന്താണെന്ന് നാം മനസ്സിലാക്കണം. ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മളെ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഇവിടെ നിന്നും പോയിരിക്കുന്നത് നമുക്ക് വേണ്ടി വാസസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വാസസ്ഥലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവഹിതമനുസരിച്ച് ജീവിച്ചേ മതിയാവൂ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. അതായത് ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനായി വചനം എപ്പോഴും മനസ്സിൽ സംഗ്രഹിക്കത്തക്കവണ്ണം അത് പാരായണം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പ്രയോജനമുണ്ടാകുകയുള്ളൂ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി സൺഡേ. നന്ദി, നമസ്കാരം.